ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ പേഴ്സ് ഓഫ് ഇക്വേഷനിലെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പം ആദ്യത്തെ ഒരു പാർട്ട് എക്സസൈസ് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇക്വേഷൻസ്, നമ്മൾ 2 ഇക്വേഷൻ തന്നിട്ട് എന്ന് വെച്ചാൽ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് നമ്മൾ 2 ഇക്വേഷൻസ് എഴുതി ആ ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 14ൽ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ആ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ 2 വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 ഇക്വേഷൻ വെച്ച് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എൻ്റെ കൂട്ടത്തിൽ ബുക്ക് എടുത്തുകൊണ്ട് വരിക, ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയാടാ? ദ പ്രൈസ് ഓഫ് 4 പെൻ ആൻഡ് 3 പെൻസിൽ ഈസ് 66 rupees. ഓക്കെ, അപ്പം പെൻസിലിൻ്റെയും പേനയുടെയും എന്ന് വെച്ചാൽ കളക്ഷൻ എന്ന് വെച്ചാൽ ഒരു 4 പെൻസിലും 3 പേനയും അത് രണ്ടും കൂടെ കൂട്ടി വെക്കുമ്പോഴത്തേക്കും നമുക്ക് 66 രൂപയാകും. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ പറയുന്ന ഇതാണ്, ദ പ്രൈസ് ഓഫ് 7 പെൻ ആൻഡ് 3 പെൻസിൽ ഇസ് 111 rupees. അപ്പം അങ്ങനെ നമുക്ക് ഒരു പേനയുടെ പറയുന്നില്ല, കുറേ പേനയും കുറേ പെൻസിലും കൂടെ കൂട്ടി വെക്കുമ്പോൾ ഇത്രയും രൂപയാവും. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇത്രയും പേന ഇത്രയും പെൻസിലും കൂടെ കൂട്ടി വെക്കുമ്പോൾ ഇത്രയും രൂപയാവും. പിന്നെ ചോദിച്ചിരിക്കുന്നതാണ്, വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻ, ദ പ്രൈസ് ഓഫ് എ പെൻസിൽ. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്തുവാ? പെൻസിലിൻ്റെയും പേനയുടെയും അല്ല, ഒരു പെൻസിലിൻ്റെയും ഒരു പേനയുടെയും വില നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതാണ്, കണ്ടുപിടിക്കേണ്ട കാര്യത്തിന് നമ്മൾ എന്താക്കിയെടുക്കുക? എക്സും വൈയും ആയിട്ട് എടുത്ത് നമ്മൾ ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ബുക്കിലോട്ട് എഴുതിക്കുക ക്വസ്റ്റ്യൻ നമ്പർ 1. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ പേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും? ലെറ്റ് ചെയ്യും അല്ലേ? ലെറ്റ് എന്ന് നമ്മൾ എപ്പോഴും എഴുതും. സോ നമുക്കിങ്ങനെ എഴുതാം, ലെറ്റ് ദ പ്രൈസ് ഓഫ് എന്തുവാ? എ പെൻ ബി എക്സ്, പ്രൈസ് ഓഫ് എ പെൻ ബി എക്സ്. അപ്പോൾ പിന്നെ എന്തുവാ ഉള്ളത്? ആൻഡ് ദ പ്രൈസ് ഓഫ് എ പെൻസിൽ ബി വൈ. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളെ നമ്മൾ എക്സും വൈയും ആയിട്ട് എടുത്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ പ്രൈസ് ഓഫ് 4 പെൻ. 4 പെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേനയ്ക്ക് 5 രൂപ ആണെങ്കിൽ 4 പേനയ്ക്ക് എത്ര രൂപ? 4 × 5 ചെയ്യണം അല്ലേ? പേനയുടെ വില 5 രൂപയാണെങ്കിൽ 5 നമ്മൾ ഈ 4 ഇൻറ്റു ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ പേനയുടെ വില എക്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ 4ലേക്ക് എക്സ് അങ്ങ് ഇൻറ്റു ചെയ്ത് കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ എഴുതാൻ പോവാണ്, ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന വെച്ചിട്ട്. അപ്പം ഞാനിങ്ങനെ എഴുതാൻ പോവാണ്, അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന വെച്ചിട്ട് ഞാൻ പറയുവാണ്, എന്തുവാ? പ്രൈസ് ഓഫ് 4 പെൻ, അപ്പം 4x. പിന്നെ എന്തുവാ? 3 പെൻസിൽ, സോ പ്ലസ് 3y ഇസ് ഈക്വൽ ടു എത്രയാണ് പറഞ്ഞേക്കുന്നത്? 66, 66 രൂപയാണ്. ഓക്കെ, അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. ഇങ്ങനെ 1 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ 1 എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ദ പ്രൈസ് ഓഫ് 7 പെൻ. അപ്പം നമുക്ക് എന്തായി? 7x പ്ലസ് 3 പെൻസിൽ തന്നെയാണ്, സോ 3y ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ? 111, ഇക്വേഷൻ നമ്പർ 2. ഇനിയിപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് എന്തുവാ? നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? പക്ഷേ നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് 2 മെത്തേഡ്സ് ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിമിനേഷൻ മെത്തേഡും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും. ഈ 2 മെത്തേഡ്സ് നമ്മൾ പഠിക്കും. ഓരോരോ ക്വസ്റ്റനിൽ ഓരോരോ മെത്തേഡ്സൊക്കെ നമ്മൾ യൂസ് ചെയ്ത് നമ്മളെല്ലാം പഠിക്കും. അപ്പോൾ ഈ ക്വസ്റ്റനിൽ നമ്മൾ ചെയ്യാൻ പോണതാണ്, നമുക്ക് ആദ്യമേ 2ൻ്റെയും കൂടെ ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആദ്യമേ ഒരാളുടെ കണ്ടുപിടിക്കും. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ എക്സിൻ്റെ വാല്യൂ വൈയുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് എക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അവിടുത്തെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ആ 2 കൂടെ ഒരുമിച്ച് കണ്ടുപിടിക്കത്തില്ല, നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോണതാണ്, ആദ്യമേ നമുക്ക് ഇതിനകത്തുനിന്ന് വൈയെ കളയാം. വൈയെ മൈനസ് ചെയ്ത് കളയാൻ പോവാം. വൈ രണ്ടും സെയിം നമ്പേഴ്സ് അല്ലേ? അപ്പോൾ നമ്മളത് മൈനസ് ചെയ്ത് കളഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? വൈ 0 ആയിട്ട് മാറും. അപ്പോൾ എക്സ് മാത്രമാവും അല്ലേ? അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. 2ൽ നിന്ന് 1 അങ്ങ് മൈനസ് ചെയ്ത് കളയാൻ പോവാം. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ എഴുതുവാണ്, 7x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 111.
ഇത് മൈനസ് ചെയ്യാൻ പോവുക. ഫസ്റ്റ് ഇക്വേഷൻ എന്തുവാടാ? നമ്മുടെ 4x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 66. ഇതങ്ങ് മൈനസ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ മൈനസ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ഈ അണ്ടർലൈനൊക്കെ ഇട്ട് മൈനസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ. നമ്മളിവിടെ ഈ അടിയിൽ കിടക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും സൈൻ അതങ്ങ് ഓപ്പോസിറ്റ് ആക്കി കൊടുക്കുക. ഇവിടെ 4x പോസിറ്റീവ് അല്ലായിരുന്നു, അതിനെ ഞാൻ മൈനസ് ആക്കി. 3y മൈനസ് ആക്കി, 66 മൈനസ് ആക്കി. ഓക്കെ, അവിടുത്തെ സൈൻ്റെ ഓപ്പോസിറ്റ് സൈൻ ഒന്ന് ആക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ഞാൻ മൈനസ് ചെയ്യുവാണ്. ഇപ്പോൾ 7 മൈനസ് 4 എത്രയാണ്? നമുക്ക് 3 എന്ന് കിട്ടും. എക്സ് കോമൺ ആയതുകൊണ്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഇവിടെ നോക്കിയേ, y പോസിറ്റീവ് y നെഗറ്റീവ് അത് രണ്ടും അങ്ങ് പോകും, 0 ആയിട്ട് മാറും. ഓക്കെ, അതിനുവേണ്ടിയാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, കണ്ടോ, 111 മൈനസ് 66 എത്രയാ? മൈനസ് ചെയ്ത് നോക്കുക, 45 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. എക്സ് ഇസ് ഈക്വൽ ടു 45. ഈ 3 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ 3 ഇൻറ്റു ആയിരുന്നു, അപ്പുറത്തേക്ക് പോയാൽ എന്താവും? ഡിവൈഡഡ് ബൈ 3. അതായത് എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? എക്സ് ഇസ് ഈക്വൽ ടു 15 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ 15 കിട്ടി. എക്സ് എന്ന് വെച്ചാൽ എന്തുവാ? പേനയുടെ വാല്യൂ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പേനയുടെ വാല്യൂ ഞാൻ എന്ത് ചെയ്യാൻ പോവാം? ഇക്വേഷൻ 1ലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പെൻസിലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഞാനിങ്ങനെ എഴുതുവാണ്, ഇവിടെ ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഞാനിവിടെ എഴുതുവാണ് സബ്സ്റ്റിറ്റ്യൂട്ടിങ്. സോ ലൈക്ക് SUB എന്ന് എഴുതുന്നുള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ഇൻ ഇക്വേഷൻ 1. എക്സ് ഞാൻ ഇക്വേഷൻ 1ലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാം. അപ്പോൾ എനിക്ക് എങ്ങനെ കിട്ടൂടാ നോക്കിയേ, 4x ആയിരുന്നു. എക്സിന് പകരം ഞാൻ എന്ത് ചെയ്യാൻ പോവാ? 15 ഇട്ട് കൊടുക്കാൻ പോവാം. സോ 4x മീൻസ് 4 ഇൻറ്റു 15 ആണ് അല്ലേ? സോ 4 ഇൻറ്റു 15 പ്ലസ് 3y ഇസ് ഈക്വൽ ടു 66. ഇതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. എക്സിന് പകരം ഞാൻ 15 ആക്കി കൊടുത്തു. നമുക്കിവിടെ കിട്ടിയ വാല്യൂ അങ്ങ് ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്കിതൊന്ന് സോൾവ് ചെയ്താലോ? 4 ഇൻറ്റു 15 എത്ര കിട്ടും? ഇൻറ്റു ചെയ്യുക, നമുക്ക് 60 ആൻസർ കിട്ടും. പ്ലസ് 3y ദാറ്റ് ഈസ് ഈക്വൽ ടു 66. ഇനി ഈ 60യെ ഞാൻ ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പോവാം. അപ്പോൾ എന്ത് കിട്ടൂടാ? 3y ഇസ് ഈക്വൽ ടു 66 മൈനസ് 60. അപ്പോൾ എത്ര കിട്ടും? 66 മൈനസ് 60 എന്ന് വെച്ചാൽ 6 എന്ന് കിട്ടും. സോ y ഇസ് ഈക്വൽ ടു 6. ഇവിടെ 3 ഇൻറ്റു ഇവിടെ പോകാൻ ഡിവൈഡഡ് ബൈ 3. അതായത് വൈയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും അല്ലേ? സോ വൈയുടെ വാല്യൂ നമുക്ക് 2 കിട്ടി. എക്സിൻ്റെ വാല്യൂ നമുക്ക് 15 കിട്ടി. അപ്പോൾ പേനയ്ക്ക് എത്ര രൂപയാ? 15 രൂപ. പെൻസിലിന് എത്ര രൂപയാ? 2 രൂപ. നമുക്ക് അങ്ങനെ എഴുതി വെച്ചാലോ? സൈഡിലോട്ട് എഴുതാം. Therefore, price of a pen is equal to എത്രയാ? 15. Price of a pencil is equal to 2 rupees. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? നമ്മൾ ഇക്വേഷൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് 2 പറഞ്ഞിട്ടുണ്ട്. ആ 2 സ്റ്റേറ്റ്മെൻറ്റിനകത്തു നിന്നും കൃത്യമായിട്ട് നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടും. ആ ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്തു? അങ്ങ് മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സിൻ്റെ വാല്യൂ കിട്ടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ആ എക്സിൻ്റെ വാല്യൂ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടി. ഇത്രേ ഉള്ളൂ. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, അല്ലെങ്കിൽ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സിമ്പിളാവും. ഓക്കെ, സോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ചെയ്യാം. താങ്ക് യു.